ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പ് ഇന്നലെ പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് CPIM-ന്റെ ഭാഗത്തു നിന്നൊക്കെ ഉയരുന്നത്. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ തുടങ്ങിയവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കത്തിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിനകത്തും ഇത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസ് നേതാക്കൾക്ക് നേരത്തെ തന്നെ കത്ത് കൈമാറിയിരുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. അതിനുശേഷം NM വിജയൻ മകൻ എഴുതിയ കത്തിൽ നിർദ്ദേശിച്ചതനുസരിച്ച് 10 ദിവസം കാത്തിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന്. അതിനുശേഷമാണ് കത്ത് പോലീസിനും മാധ്യമങ്ങൾക്കും കൈമാറിയതെന്നാണ് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും മരുമകളും എന്നോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ ഈ കെ സുധാകരനെയും VD സതീശനെയും നേരിട്ടാണോ കണ്ടത് ഈ കത്തുമായിട്ട്? എന്തായിരുന്നു അവരുടെ പ്രതികരണം? VD സതീശനെയാണ് ആദ്യം കാണുന്നത്. കണ്ട് കത്ത് കൈമാറും. അപ്പം അത് ഒരു വ്യക്തമായിട്ടൊരു പ്രതികരണമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അത് എന്നിട്ട് നോക്കട്ടെ, ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന രീതിയിലാണ് എന്നോട് അവിടുന്ന് ഞാൻ പോരുന്നത്. VD സതീശൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണോ ഉണ്ടായത്? അതാണ്. എന്താ പറഞ്ഞത് അദ്ദേഹം? വ്യക്തികളല്ലേ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, മെൻഷൻ ചെയ്തേക്കുന്നത് എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഈ MLA വ്യക്തിയല്ലേ, ഈ DCC പ്രസിഡന്റ് ഒരു വ്യക്തിയാണോ? പാർട്ടിയല്ലേ? അതൊന്നും അതിനെപ്പറ്റിയൊന്നും. പിന്നെ അതുമല്ല, ഈ ഒരു മരണം നടന്ന ശേഷം പോലും ഒരു ആൾ പോലും വിളിച്ചില്ല എന്ന് പറയുമ്പോൾ അപ്പം ആരും ഇങ്ങോട്ട് വരുമോ വിളിക്കുകയോ ഒന്നും ചെയ്തില്ലേ കോൺഗ്രസ് നേതാക്കൾ? മുകളിൽ നിന്ന് ഒരാളും വിളിച്ചിട്ടില്ല. ഈ താഴെയുള്ള ഈ ND അപ്പച്ചനും ഇവരും ഇതിനെ പുറകെ കുറച്ച് വന്നു എന്നല്ലാതെ. ഈ കെ സുധാകരൻ ഇന്നലെ പറഞ്ഞത് കത്ത് കിട്ടി വായിച്ചു നോക്കിയില്ല, വളരെ ലാഘവത്തോടെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ പ്രതികരണം നല്ല രീതിയിൽ പ്രതികരണമായിരുന്നു. ഞാൻ ശ്രമിച്ചു നോക്കട്ടെ എന്ന രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അപ്പം തന്നെ ആരെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ഇതിന് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ചെയ്തു എന്നാണ് എൻ്റെ അറിവ് ആ സമയത്ത്. അല്ലാതെ ഇപ്പോൾ ഇവരിപ്പോൾ പറയുന്ന മാതിരി ഞാൻ കണ്ടില്ല, എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് എനിക്കത് വേറൊന്നും പറയാനില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമാണ് നിങ്ങൾക്ക് കുറച്ച് വിഷമമുണ്ടാക്കി? ഭയങ്കര വിഷമമുണ്ടാക്കി. കാരണം ഒരിക്കലും VD സതീശൻ്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചില്ല. ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഈ കുടുംബ പ്രശ്നമാക്കാൻ ആശുപത്രിയിൽ നിന്ന് തന്നെ ശ്രമിച്ചു. അതിൽ അങ്ങനെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് സമ്മർദ്ദം ഉണ്ടായി? അങ്ങനെയാണ്. ഞങ്ങളൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ബന്ധുക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കരുത്, ഇങ്ങനൊരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് അറിയാണ്ട് പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ പുറത്ത് ഇരുന്നിട്ട് തന്നെ ഇതിനെതിരെ ഭയങ്കര ഗൂഢാലോചനയായിരുന്നു. എല്ലാവരും ഇത് പുറത്തായിരുന്നു, പേഷ്യൻസിൻ്റെ കൂടെ ആയിരുന്നില്ലല്ലോ ആരും, പുറത്ത് നിറച്ചും ആൾക്കാരായിരുന്നു. അപ്പം തന്നെ ഒരു കുടുംബ പ്രശ്നമാക്കി അതിങ്ങനെ വളച്ചൊടിച്ച് ഭയങ്കര രീതിക്ക് റൂമേഴ്സ് പറഞ്ഞു വരുത്തിയിട്ടുണ്ടായിരുന്നു. പാർട്ടി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ കത്ത് നൽകിയപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം വളരെ വേദനയുണ്ടാക്കി. KPCC പ്രസിഡന്റും കത്ത് ആ സമയത്ത് തന്നെ കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം കിട്ടിയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ ഇത് കുടുംബ പ്രശ്നമാക്കാൻ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി അതിന് ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇനി പോലീസ് അന്വേഷണത്തിലാണ് ഇവരുടെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.